പണി അറിയത്തില്ലെങ്കിൽ അഭിനയം എന്ന് പറഞ്ഞ് നടക്കില്ല. ഇൻസ്റ്റാഗ്രാമിൽ പേരിടാൻ നിനക്കൊക്കെ നല്ല മിടുക്കാണല്ലോ. പോയി മര്യാദയ്ക്ക് ഡയലോഗ് പഠിച്ചിട്ടോ. നന്നായിട്ട് ചുമക്കുന്നുണ്ടല്ലോ, പനിയാണോ? കുഴപ്പമില്ല, ചുമ. എടാ, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ നിന്നോട് അഭിനയിക്കുന്നത്. സെറ്റിൽ എല്ലാവരെയും ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുന്ന നീ പെട്ടെന്ന് അങ്ങോട്ട് മാറിയിരിക്കുക, ആരോടും മിണ്ടാതിരിക്കുക. നിനക്കെന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നം നമുക്ക് പരിഹാരം ഉണ്ടാക്കണം. നീ എന്നാ പരിഹാരം ഉണ്ടാക്കണം കോപ്പെ? സ്നേഹിച്ചാലേ ചങ്ക് പറിച്ചു കൊടുക്കാൻ മാത്രമേ എന്റെ അപ്പ പഠിപ്പിച്ചുള്ളത്. തോട്ടത്തിൽ പന്നിയിറങ്ങുള്ള അതിനെ തീർച്ചയായും ഉപയോഗിച്ച് ഡബിൾ ബാനർ ഇപ്പോഴും തറവാട്ടിരിപ്പുണ്ട്. അത് എടുക്കണോന്നേ നിന്റെ നെഞ്ചത്തിന് പഠിക്കാൻ എനിക്കറിയാം കോപ്പെ. കടി ഉദേട്ടാ, അത്രയും സ്കെയില് വേണ്ട. ദേഷ്യം വേണം, പക്ഷെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. ആ മോഡുലേഷൻ ഉണ്ടല്ലോ ഏട്ടാ, സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കാൻ മാത്രമല്ലടാ എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നേ. ഉദേട്ടാ, ഈ ഒരു മോഡുലേഷനിൽ പറഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നോക്കാം, നമുക്കൊരു ടേക്കും കൂടെ പോവാം. ഉദയേട്ടാ, ക്യാമറയ്ക്ക് ഇച്ചിരി കൂടെ റൈറ്റ് വന്നാലേ ബെറ്റർ ആയിരിക്കും. നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് വെച്ചിരിക്കുവായിരുന്നു. നീ എന്താ പ്രൊജക്റ്റിൽ നിന്ന് കാർത്തി ഒഴിവാക്കിയേ? എവിടെ അമ്മോ? എടാ, നീ വിളിച്ചായിരുന്നോ? എവിടെ? ഓ, ഞാനപ്പം മീൻ വെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. മീനും വെട്ടി അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അതെ, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഉദയേട്ടൻ എന്നാണ് പേര്. പുള്ളി വളരെ ആഗ്രഹിച്ചൊരു പ്രൊജക്റ്റ് കൊണ്ടുവന്നായിരുന്നു, ഒരു ഷോർട്ട് ഫിലിം. ലൂപ്പസ് എന്നാണ് പേര്. എൻ്റെ കഷ്ടകാലത്തിന് മാഡത്തിനെയാണ് അതിനകത്ത് നായികയാക്കിയിരിക്കുന്നത്. അടുത്ത കാലത്തെങ്ങാനും നടക്കുമോ അത്? എടാ, ഞാൻ ഫ്രീ ആണ്. നീ അപ്പുവേട്ടനോടൊന്ന് ചോദിച്ചു നോക്ക്. അപ്പുവേട്ടനാ തിരക്കിട്ട് നടക്കുന്നേ. ഞാൻ വീട്ടിൽ പണിയൊന്നും ഇല്ലായിരിക്കുമല്ലേ. അത് പറഞ്ഞപ്പോഴാ മാസം 2 ആയിട്ട് ഞാനിവിടെ കാത്തിരിക്കുകയാണേ ആ വീട്ടിലേക്ക് വരാനായിട്ട്. എന്നാ ഞാൻ അങ്ങോട്ടേക്ക് വരേണ്ടത്? അടുത്ത കാലത്തെങ്ങാനും എന്നെ വിളിക്കുവോ? എടാ, ഞാൻ വിളിക്കുന്നതിലോ നീ വരുന്നതിലോ അല്ലല്ലോ കാര്യം. എന്റെ മനസ്സിൽ നിനക്ക് സ്ഥാനമുണ്ട്, നിന്റെ മനസ്സിൽ എനിക്കും സ്ഥാനമുണ്ട്. അതിലല്ലേടാ കാര്യം. മാത്രല്ല, നീ ഇവിടെ വന്നാ വല്ലതും കഴിക്കാൻ വേണ്ടേ? ആരായി പറയുന്നേ? കുറച്ച് അരവണ ചോദിച്ചിട്ട് തന്നിട്ടില്ല. തന്റെ വീട് പച്ചവെള്ളം മേടിച്ച് കുടിച്ചിട്ട് ചാവാന്ന് എനിക്ക് ഒരു മോഹവും ഇല്ല. ഞാൻ അങ്ങോട്ടേക്ക് വരുന്ന ഇഷ്ടമല്ല, ഞാൻ പറഞ്ഞാൽ മതി. ചുമ്മാ ഉരുണ്ട് കളിക്കണ്ട. എന്തുവാടാ ഈ പറയുന്നത്? എന്തേലും ആട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. എന്താ? എടാ, ഒരു 20 രൂപ ഉണ്ടോ കയ്യില്? 20 രൂപയോ? എന്തിന്? എനിക്ക് റീചാർജ് ചെയ്യാനായിരുന്നു. ഓ ദാരിദ്ര്യമേ, അയച്ചു തരാം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കാരണമാണ് ഈ പ്രോജക്ട്സ് ഒക്കെ മാറിപ്പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കാർട്ടൂണിൽ പെയ്ഡ് ജോബ് സെറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു, ഒരു കടയുടെ. അതിന് വന്നപ്പോഴാണ് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. 5000 ഞാൻ ജിപേയിൽ ഇട്ടിട്ടുണ്ട്. തൽക്കാലം ഇത് പിടി. അടുത്താണ് നമുക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും കൂടെ സെറ്റ് ചെയ്യാൻ നോക്കാം. എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നീ ഈ തരുന്ന 5000 രൂപ എനിക്ക് വലിയ ഉപകാരമായിരിക്കും. അല്ലെങ്കിലും കാശിന് ആവശ്യം വരുമ്പോഴാണല്ലോ താൻ എന്നെ ഓർക്കാറ്. അല്ലാത്ത സമയം ചത്തോ ജീവനോടുണ്ടോ ഒന്നും അറിയണ്ടല്ലോ. കള്ളസത്യത്തിനും കപട സ്നേഹത്തിനും ആയുസ് വളരെ കുറവ്. എടാ, എന്തുവാടാ നീ ഇങ്ങനൊക്കെ പറയുന്നേ? നിനക്ക് എൻ്റെ കാര്യം അറിഞ്ഞൂടെ? ആത്മഹത്യയുടെ വക്ക് വരെ എത്തി നിന്നിട്ട് അവിടുന്ന് എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നു. അതിൻ്റെ ഇടയിൽ അപ്പുവേട്ടനെ കുറിച്ചുള്ള ടെൻഷൻ വേറെ. നിനക്കറിയാലോ, കല്യാണത്തിന് ശേഷം അപ്പുവേട്ടൻ ഇങ്ങനെ കുടിക്കുന്നേ. ഞാൻ കുടിപ്പിക്കുവെന്നല്ലേ ആൾക്കാർ പറയൂ. പക്ഷെ ഇപ്പോ ജീവിതത്തിൽ ഒരു കാര്യത്തിലും ഞാൻ സേഫാന്ന് തോന്നുന്നില്ല. ദിവസം അനങ്ങാൻ പോലും വയ്യായിരുന്നടാ. പോരാത്തേനും മൈഗ്രെയിനും. അതിൻ്റെ ഇടയിലാണ് നീ ഓക്കെ ആണോ എന്ന് ചോദിച്ചു വിളിക്കുന്നത്. അല്ലാണ്ട് സ്നേഹം ഇല്ലാണ്ടല്ലടാ. നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ ഞാൻ ആരുമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊരു കാര്യം പറയട്ടെ. ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു പോയടാ. നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. വേറൊന്നുമല്ല, നേരത്തെ പറഞ്ഞത് തന്നെ. പ്രത്യേകിച്ച് നിങ്ങളുടെ ലവ് മാരേജും കൂടെ ആയതുകൊണ്ടാണ് പറയുന്നത്. ഒരുമിച്ച് ജീവിച്ച് കാണുമെന്ന് ആഗ്രഹിക്കാത്ത ഒരുപാട് പേര് കാണും അതിൽ.
രണ്ടുപേരും കൂടെ കൈയും പിടിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ കാര്യങ്ങൾ ശരിയാവും. ജീവിച്ച് കാണിച്ചു കൊടുക്കാം അങ്ങോട്ട്. ആടാ, ഞാൻ ജീവിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചേക്കുന്നത്. ഒന്നിനും വേണ്ടിയിട്ട് തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് എൻ്റെ അപ്പുവിൻ്റെ കൂടെ തന്നെ ജീവിക്കണം. ഗുഡ്. പിന്നെ അളിയനുമായിട്ട് ഞാൻ സംസാരിക്കട്ടെ. ഓ, കാര്യമൊന്നുമില്ലടാ, അത് വേറെ ഏതോ ലോകത്താ. ചേട്ടാ 2 മണിക്ക് പോണ കാരണം അതേ തീർക്കാലോ. മറ്റേ ആ മഹിയുടെയും മാധവൻ്റെയും സീനില്ലേ, ലാസ്റ്റ് സീൻ, അത് എന്നെ ഷെഡ്യൂൾ തരുന്നടാ. നമുക്ക് തീർക്കണം. ഇതേട്ടാ, യുമാർക്ക് 2 മണിയാകുമ്പോൾ പോകണമെന്ന് പറഞ്ഞു. മറ്റേ ആ മഹിയ അവനത് ചെയ്യുമോ സാധനം? അവനിപ്പോൾ വന്ന് പക്കയായിട്ട് ചെയ്യും. അവൻ വളരെ സിമ്പിളാ. ഞാൻ അങ്ങനെയുള്ളവരല്ലേ കൊണ്ടുവരും. എന്തെങ്കിലും ചെറിയ കാര്യം മതി അവനെ മനസ്സ് വിഷമിക്കാൻ. അവൻ അങ്ങനെ ഒരു ടീമാ. ശരി ചേട്ടാ, ഞാൻ തുറക്കിട്ടുള്ള എപ്പോഴും ആള് ഞാൻ സെൻസിറ്റീവാ. ഞാൻ ദേഷ്യപ്പെടണ്ടായിരുന്നല്ലേ? ആ, അത് വിട്, സാരമില്ല. എന്തുവേലും വിഷമം മനസ്സിൽ കയറി കാണും. ശരിക്കും കാർത്തിക ഭയങ്കര പാവം അല്ലേ? അന്ന് ആ അബോധം ഷൂട്ട് ചെയ്ത സമയത്തൊക്കെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ബ്രദർ ആൻഡ് സിസ്റ്റർ എന്നേ പറയുള്ളൂ. അമ്മാതിരി വൈബായിരുന്നു. പിന്നെ നിങ്ങളുടെ ഇടയിൽ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഇനി ശരദിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നതിന്? ഏയ്, അളിയൻ ഫുൾ സപ്പോർട്ടീവാണ്. ഞാൻ അവരോട് പറയുകയും ചെയ്തു. ഇത്ര സപ്പോർട്ടിങ് ആൻഡ് കെയറിങ് ആയിട്ടൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ്. 1 in a million. പക്ഷെ പ്രശ്നം പറ്റി അവിടെ ഒന്നുമല്ല. കാർത്തൂനോട് പറയാതെ ഒരു ദിവസം ശരത്തേട്ടൻ വീട്ടിൽ വന്നു. ഞങ്ങളൊന്ന് കൂടിയായിരുന്നു. എനിക്കെല്ലാം നഷ്ടപ്പെട്ട ദിവസം അത്. ബക്കടിയിൽ പാൽ ഒഴിച്ചടിക്കണം. വൈബ പുഴുങ്ങിയ മുട്ടയില്ലടാ. പുഴുങ്ങിയ മുട്ടയില്ലാതെ ഇങ്ങോട്ട് തൊള്ളന്ന് ഇറങ്ങൂല്ലേ? മിക്സർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഒരു മിനിറ്റടാ. ഹലോ, ആ പറയടാ. ഞാനിവിടെ മാന്നാർ വരെ വന്നേടാ, അനിയച്ചാറുടെ വീട്. ആണാ? ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിന്നെ വിളിക്കാം. ആ ശരിയടാ. കൂട്ടുകാരനാ. ആശാൻ 1 ലിറ്റർ എടുത്ത് വെച്ച് അവിടെ അടിയാ. എന്നും എന്നെ വിളിക്കും. ഓ എന്റെ പൊന്നോ, ഇന്ന് ഞാൻ അടിച്ചു മരിക്കും. നേരത്തെ അനിയച്ചാരെന്ന് പറഞ്ഞ എന്നെ ഉദ്ദേശിച്ചാണല്ലേ? ഒരു കാര്യം പറയട്ടെ. പറയടാ. ഇങ്ങനെ അടിക്കല്ലേ. ഓ സോറിടാ. സീരിയസ് ആയിട്ട് പറയുമ്പോ സീരിയസ് ആയിട്ട് പറയുക. എനിക്കെന്ന് പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ആരുമില്ല. എവിടെയെങ്കിലും കിടന്ന് ചത്താൽ പോലും ആരും തിരിഞ്ഞു പോലും നോക്കില്ല. അതുപോലെയാണ് ഞങ്ങളുടെ കാര്യം. കാർത്തു, അമ്മ, കുടുംബം കിടക്കല്ലേ. വെറുതെ പാവത്തിനെ വിഷമിപ്പിക്കല്ലേ. എനിക്കും തോന്നിയിട്ടുണ്ടടാ, അവൾ എന്ത് കണ്ടിട്ടാ എന്നെ സ്നേഹിച്ചെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടിയില്ല. നിനക്കറിയോ, പണ്ട് ഞാൻ അവളെ കൊണ്ട് പൈസയൊന്നും ചിലവാക്കിക്കത്തില്ലായിരുന്നു. പോക്കറ്റ് മണി പോലും അങ്ങോട്ട് കൊടുക്കാറാ പതിവ്. പണ്ട് ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഭയങ്കര ചൂടനായിരുന്നു ഞാൻ. ആ പ്രായത്തിലെ എടുത്തിയാട്ടത്തിൽ ഒരു കാര്യമില്ലാണ്ട് ഞാൻ അവളെ തല്ലിയിട്ടുണ്ട്. വണ്ടിയിൽ കയറാൻ പറഞ്ഞ കേറിക്കോണം, കൂടുതൽ കൊണ കാണിക്കരുത്. അതൊക്കെ മാറി വേറൊരു മൈൻഡ് സെറ്റിലെത്തിയപ്പോഴേക്കും ജീവിതം കയ്യിന്ന് പോയി. കുടുംബഭാരവും കടബാധ്യതയും. പക്ഷെ ഒരു കാര്യമുണ്ടടാ, ഇന്നേ വരെ അവൾ ഒരു കാര്യത്തിനും എൻ്റെ അടുത്ത് വാശി പിടിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടുമില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ടല്ലോ, അവൾ എന്നെ കിട്ടിയില്ലായിരുന്നെങ്കിൽ അവളെങ്കിലും രക്ഷപ്പെട്ടാൻ. പക്ഷെ എനിക്ക് അവളില്ലാണ്ട് പറ്റത്തില്ലടാ. എനിക്ക് അവളെ വേണം. ആ ബോധം നിങ്ങൾക്കൊണ്ടെങ്കിൽ കെട്ടിയ പെണ്ണിനെയും വിളിച്ച് മലയ്ക്ക് സന്തോഷത്തോടെ ജീവിക്കാന്നോ? ചുമ്മാ വഴക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നു. ഞാനൊന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ അടിപൊളിയാ. പിന്നെ ഇപ്പോൾ ഉള്ളതൊക്കെ അങ്ങ് മാറും. നിങ്ങൾക്ക് ലോട്ടറി അടിക്കാന്ന് അറിയോ? സിനിമയിൽ വന്ന ഡയലോഗിന് വേണ്ടി പറയുമല്ലോ, സീരിയസ് ആയിട്ട് പറയും. ജീവിതത്തിൽ ഒരിക്കലേ ഭാഗ്യം ഉണ്ടാകത്തു. ആ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഓൾറെഡി കടന്നു വന്നു കഴിഞ്ഞു. അത് കാർത്തു.
അതിന് ഈ ചങ്കത്തോട്ട് എടുത്തു വെച്ച സ്നേഹിക്ക്. അതൊക്കെ കഴിഞ്ഞ് പറഞ്ഞ പോലെ കുറെ തവണ ഞാൻ അവരെ വിളിച്ചു, ഫോൺ എടുത്തില്ല. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു, റിപ്ലൈ ഒന്നുമില്ല. ഞാൻ അന്വേഷിക്കാൻ വീട്ടിൽ ചെന്നപ്പോഴാണ്. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എന്റെ കെട്ടിയൻ ചത്തെന്നറിയാനോ? ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും അല്ല. നീയൊക്കെ കൂടെ എന്റെ കെട്ടിയനെ കുടിപ്പിച്ച് കൊല്ലുവാടാ. പേടിക്കണ്ട, ഇത്രയല്ലേ പറ്റുള്ളൂ. കരയാതെടും. എന്റെ ജീവിതത്തിൽ ഇടപെടാൻ നീ ആരാ? എന്റെ ആരെങ്കിലും ആണോ? നിന്റെ പടത്തിൽ അഭിനയിക്കാൻ വന്ന ആർട്ടിസ്റ്റാണ് ഞാൻ. അതിനപ്പുറം ഒരു സ്വാതന്ത്ര്യം നീ എന്റെ അടുത്തെടുക്കണ്ട. ഉപകാരം ചെയ്തില്ലേലും ഉപദ്രവിക്കലടാ മഹി. ഞാൻ എന്റെ അപ്പുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ. ഞാനൊരിക്കലും അറിഞ്ഞുകൊണ്ട് വേണ്ട, ഒരു അക്ഷരം വേണ്ടി പോരുത്. പട്ടി ശരിക്കും ഇത്രയും കാലം ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ജീവിച്ചു വന്ന് എന്റെ കൂടപ്പുറപ്പിന്റെ സ്ഥാനത്തേക്ക് വന്ന ആളാ കാർത്തു. പക്ഷെ ഇപ്പൊ അതും ഇല്ലാണ്ടായി. അല്ലെങ്കിലും ഈ നോംബ്ലേഡർ ബ്രദർ ആൻഡ് സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ജീവിതത്തിലേക്ക് വരുമ്പോ അവരവർക്കുള്ളതൊക്കെ തന്നെ ഉണ്ടല്ലേ ഉള്ളൂ. പക്ഷെ എനിക്ക് പറ്റണില്ല. വല്ലാത്തൊരു വേദന. അത്രയും സ്നേഹിച്ചായിരുന്നു ഞാൻ ആ പാവത്തിന്. എന്തായാലും എന്നെ വെറുത്തിട്ടാണേലും എന്നെ ഒരു ഒന്നിച്ചല്ലോ. എനിക്കത് മതി. സോറി, ഞാൻ ഇനി അപ്പുവേട്ടനെ വിട്ട് എങ്ങും പോയില്ല. ഞാനല്ലേ തന്നോട് ശരിക്കും സോറി പറയണ്ടേ? അറിഞ്ഞോ അറിയാതെ തന്നെയല്ലേ ഞാൻ നോവിച്ചിട്ടുള്ളത്. ഇനി നിന്നെ മറന്നുകൊണ്ട് ഒരു തുള്ളി പോലും ഞാൻ കുടിക്കില്ല. പ്രോമിസ്. ഞാനും ഭയങ്കര സെൻസിറ്റീവ് മഹി. പെട്ടെന്ന് സങ്കടം വരും. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെല്ലാവരെയും ആത്മാർത്ഥമായിട്ട് അങ്ങ് സ്നേഹിക്കും. പക്ഷേ ലാസ്റ്റ് നമുക്ക് തന്നെ പണി കിട്ടും. അതൊക്കെ പോട്ടെ. ഇപ്പോൾ വേണമെന്ന് വെച്ചാൽ ഇതൊന്നുമല്ലോ. അപ്പോഴത്തെ പുള്ളിക്കാരുടെ മാനസികാവസ്ഥയിൽ അങ്ങനെയൊക്കെ പറഞ്ഞതാവും എന്നോട്. നിന്നെ വെറുക്കാനൊന്നും പറ്റത്തില്ല പുള്ളിക്കാരിക്ക്. ഇനിയിപ്പം ഷോർട്ട് ഫിലിം ചെയ്യേണ്ട കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും വെച്ച് ചെയ്യിച്ചാൽ പോരെ? ഇല്ല മാധവേട്ടാ, കാർത്തു ഞാൻ വാക്ക് കൊടുത്തിരുന്നു. കാർത്തു അല്ലാണ്ട് അപ്രോയിട്ടൊന്നും ചെയ്യില്ല. മാത്രമല്ല, റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. കുറച്ച് നാളായിട്ടുണ്ടായിരുന്ന ഈ വെയിറ്റ് ലോസും ചുമയും കാര്യമായിട്ട് എടുത്തില്ല. ഞാൻ റീസെൻ്റ്ലി കുറച്ച് ചെക്കപ്പുകൾ ചെയ്തു. ഇനി തിരിച്ചു വരവില്ല. സ്റ്റേജ് 4 ആണ്. മഹി, ഞാൻ അഭിനയിക്കുന്ന ലാസ്റ്റ് ഷോർട്ട് ഫിലിം ഇത്. I want to make the best as possible. മാധവേട്ടന് അവസാനമായിട്ടൊരു ഉപകാരം ചെയ്യണം. കാർത്തൂനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. വെറുപ്പൊക്കെ മാറ്റി വെച്ച് എന്നെ ഒന്നൊന്ന് കാണാൻ പറയണം. I miss her.
I miss those days. എൻ്റെ അമ്മ മരിച്ച് 1 വർഷം ആവാറായപ്പോഴേക്കും എൻ്റെ ജീവിതത്തിൽ വന്ന ആളെ കാർത്തു. കൂടെ പറക്കാതെ പോയ കൂടപ്പറപ്പ് മാത്രമായിരുന്നില്ല, എൻ്റെ അമ്മയെപ്പോലെ തന്നെയായിരുന്നു എനിക്ക്. തനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഏത് പാതിരാത്രിയിലും എന്നെ വിളിച്ചാൽ മതി. വിളിച്ചാൽ വിളിപ്പുറത്ത് ഞാനുണ്ടാവും. പക്ഷെ ഇനി ആത്മഹത്യാ ശ്രമം പരിപാടിയൊന്നും വേണ്ട കേട്ടല്ലോ. This is the biggest gift I ever got in my life. My dear sister. എടാ ഇതിന്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞ ഈ റൊമാൻസും പരിപാടിയൊന്നും വരത്തില്ലടാ, പറ്റത്തില്ലടാ. He is rethinking about new actress. അതെ, ആദരാഞ്ജലികൾ. എനിക്ക് നല്ല പേടിയുണ്ട്. നാളെ കുപ്പത്തൊട്ടി വലിച്ചെറിയുന്ന പോലെ എന്നെ വലിച്ചെറിഞ്ഞിട്ട് താനങ്ങ് പോകുന്നു. എടാ, ആരും ആരെയും കളഞ്ഞിട്ട് പോകാൻ പോകുന്നില്ല. നീ ഒന്ന് കുറിച്ചിട്ടോ, എൻ്റെ മഹാദേവനാണ് സത്യം. ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ദിവസം വന്ന അത് ഈ കാർത്തിക മരിച്ച ദിവസമായിരിക്കും. എന്നെ വെച്ച് ചെയ്ത ഷോർട്ട് ഫിലിമിന് നിനക്ക് എത്ര രൂപ ചെലവായി? ഞാൻ എന്ത് ചെയ്തിട്ടാണല്ലോ അത് തിരിച്ചു തരും. പക്ഷേ ഇനി മേലെ എന്നെ വിളിക്കരുത്. പ്ലീസ് അങ്ങനെയൊന്നും പറയല്ലേ അമ്മ. ഒരിക്കലും നീ എന്നെ അങ്ങനെ വിളിച്ചു പോരുത്. ഇനി നീ ഞാനുമായിട്ട് ഒരു ബന്ധമില്ല. ക്യാമറ റോളിംഗ് റോളിംഗ്. ആക്ഷൻ. ആ പുല്ലതോടെ പോകാൻ പറയടാ. അവിടെ അപ്പൻ്റെ സ്വഭാവം നിനക്കറിയാലോ. ഇല്ലാത്ത ചേട്ടത്തിനെ മുഴുവൻ കാണിച്ചിട്ട് ഞായറാഴ്ച പള്ളിയിൽ പോയി കുമ്പസരിക്കുകയും ചെയ്യും, കുർബാനയും കൂടും. പിന്നെ സഭക്കാരൊക്കെ പുള്ളിയുടെ കൂടെ. വെറുതെ നമ്മൾ മുട്ടാൻ നിൽക്കേണ്ട ആവശ്യമില്ല. വെറുതെ പണി മേടിക്കാൻ നല്ല ഒരു പ്രയോജനമില്ല. പിന്നെ നീതും പറഞ്ഞ് ആരും വെറുക്കാനും നിൽക്കണ്ട. അവൾ പോകുന്ന പോട്ടെ, അവിടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. ഏയ് ഇല്ല ജോൺസ്, ഞാനായിട്ട് ആരെയും വെറുക്കില്ല ഒരിക്കലും. അല്ലെങ്കിലും ഈ അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയുന്നത് ഒരു മിത്താണെന്ന് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. ഞാൻ ഒരു മണ്ടൻ എല്ലാവരെയും കണ്ണടച്ച് സ്നേഹിക്കുമ്പോൾ തിരിച്ചറിയാൻ കുറച്ച് വൈകി. എല്ലാവർക്കും ഉള്ളത് കണ്ടീഷൻ തന്നെയാണ്. എന്തായാലും അവരെവിടാണേലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കും. Because I loved her a lot. And I love her forever. Cut it. One more. അവൻ എപ്പോഴും പറയുമായിരുന്നു, ലൈഫ് ഒന്നേ ഉള്ളൂ, അതിങ്ങനെ വാശി കാണിച്ചും വഴക്കിട്ടും തീർക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കും. അപ്പം അവനില്ലാണ്ടായപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാക്കും. അവൻ അവസാനമായിട്ട് ചേട്ടനോട് എന്താ പറഞ്ഞത്? കാർത്തൂൻ, ഈ ജന്മം എന്നോടുള്ള ദേഷ്യവും വൈരാഗ്യം മാറുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നേലും അത് മാറിയ ഇത് കാർത്തൂനെ ഏൽപ്പിക്കണം. വീടും സ്വത്തുക്കളും എല്ലാം ഞാൻ ഒരു ചാരിറ്റിക്ക് കൊടുത്തിരിക്കുന്നത്. ഉദയേട്ടനും കൂടെ മുന്നിൽ നിന്നെല്ലാം നോക്കി നടത്തണം. മഹീകരണൻസ് ഹോം സ്റ്റേ ഫോർ ഓർഫൻസ് ആൻഡ് സ്പെഷ്യലി ഏബിൾഡ്. താങ്ക് യു ഫോർ എവറിത്തിങ് ഉദയേട്ട. എപ്പോഴെങ്കിലും ഒക്കെ എന്നെ കുറിച്ച് ഓർക്കുമായിരിക്കുമല്ലേ ഇനി. ആ, നിങ്ങളായിരുന്നോ? വാ, കേറാ. ഞാൻ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല, ഒരു കാര്യം പണിയിട്ട് പോകാൻ വന്നതാ. നമ്മുടെ മഹി വേണ്ട ചേട്ടാ, എനിക്ക് അവന്റെ കാര്യമൊന്നും കേൾക്കണ്ട. എന്റെ കൺമുന്നിൽ പോലും വരല്ലേന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ള. വരത്തില്ല. നിന്റെ മുല്ലെന്നല്ല, ആടെ മുല്ലം വരില്ല. ജീവനോടുണ്ടെങ്കിലല്ലേ അവൻ വരൂ. എന്താ ഉദയേട്ടാ ഈ പറയുന്നേ? എന്താ ഏട്ടാ? മരിക്കുന്നതിന് മുമ്പ് അവന് നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. നിന്റെ ജീവിതത്തിൽ അവൻ ആരുമല്ലെന്നറിയാമായിരുന്നിട്ട് പോലും അവന് നിന്നെ ജീവനായിരുന്നു. അവൻ ചെയ്തെന്ന പോലെ ഒരിക്കലും മറക്കല്ല മോളെ. മറന്നാൽ നിന്റെ ജന്മം പാഴായി പോവും. നിന്റെ വാക്കിന് കുറച്ചെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവൻ്റെ ശവടക്കെങ്കിലും അത് വന്നിട്ട് പോകും. അത്രയ്ക്കെങ്കിലും സ്നേഹം നീ അവനോടൊന്ന് കാണിക്കും.
എനിക്കൊരാവശ്യം വന്നപ്പോൾ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അവനൊരാവശ്യം വന്നപ്പോൾ ഞാൻ അവനെ കൈയൊഴിഞ്ഞു. അഭിനയൊക്കെ സിനിമയിൽ പോരെ കാർത്തികേ, ഞങ്ങളുടെ മുന്നിൽ വെച്ച് വേണം. കാർത്തു എന്ന് വിളിച്ച് പുറകണമെന്നൊക്കെ അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും സ്നേഹം അവന് നിന്നോടായിരുന്നു. എന്നിട്ട് അവൻ വിളിച്ചപ്പോൾ ഫോണെങ്കിലും ഒന്ന് എടുക്കാൻ പാടില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് ഞാൻ വിളിച്ചപ്പോഴെങ്കിലും. ഫോൺ എന്ന് പറയുന്ന സാധനം നിനക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ തോണ്ടാനും വേണ്ടി മാത്രമുള്ളതല്ല. ആരെങ്കിലും മരിക്കാൻ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ അവസാനമായിട്ട് നിന്നെയൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരുമാതിരി ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് തള്ളിക്കയറി വന്നത്? അവന്റെ 16 ഉണ്ടാക്കി വെച്ച സദ്യ വലിച്ചു വരുന്നതാണോ? അവൻ ഇരിപ്പോട്ട് മൂക്കുമുട്ട വാഴത്തിന് എന്നിട്ട് നിന്റെ പട്ടിക്കോട്ട് കൊണ്ട് കൊടുക്ക് ജാനുവിന്. സന്തോഷിക്ക്. കാർത്തു, മഹി മരിക്കുന്നതിന് മുന്നേ കനിയുടെയും ഫോബിയുടെ സ്ക്രിപ്റ്റ് എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. താനത് ചെയ്തു കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അവൻ്റെ അവസാനം ആഗ്രഹമായിട്ട് കണ്ട് തനിക്കിത് ചെയ്തൂടെ? പ്രിയപ്പെട്ട കാർത്തൂന്, താൻ എന്നെ വേണ്ടെന്ന് വെച്ചാലും എനിക്ക് തന്നെ വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല ഒരിക്കലും. ഒരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ തൻ്റെ കൂടപ്പറപ്പായി എനിക്ക് ജനിക്കണം. എൻ്റെ അനുഗ്രഹം എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടാവും. നല്ലത് മാത്രമേ വരൂ.